ഞാൻ വീട്ടിൽ പോവുകയാണ്. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഐ ആം ഗോയിങ് ഹോം. ഞാൻ വീട്ടിൽ പോയി. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഐ വെൻറ്റ് ഹോം. നമുക്കറിയാം വീടിന് ഹോം എന്നല്ലാണ്ട് വേറെ വാക്കുമുണ്ട്. എന്താണത്? ഇറ്റ്സ് ഹൗസ്. സോ ഇനി ഹൗസ് വെച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി എന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ഐ വെൻറ്റ് ടു ഹൗസ്. ഇങ്ങനെ ആയിരിക്കും മിക്കവരും പറയുന്നത്. ബട്ട് ഇറ്റ്സ് റോങ്. ഇതൊരു കോമൺലി മെയ്ഡ് മിസ്റ്റേക്ക് ആണ്. ഹോം ആൻഡ് ഹൗസ് ഡിഫറെൻറ്റ് മീനിങ് ആണുള്ളത്. ഞാൻ എൻ്റെ വീട്ടിൽ പോയി എന്ന് നമുക്ക് ഐ വെൻറ്റ് ഹോം എന്ന് പറയാം. പക്ഷേ ഹൗസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ പറയാം? ഐ വെൻറ്റ് ടു മൈ ഹൗസ്. ഹോം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ക്ലിയർ ഫ്രം ദ വേർഡ് അത് നമ്മൾ നമ്മുടെ സ്വന്തം വീടിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. പക്ഷേ ഹൗസ് എന്ന് പറയുമ്പോൾ അത് സ്വന്തം വീട് എന്നല്ല അർത്ഥം വരുന്നത്. അവിടെ ഒരു ക്വസ്റ്റ്യൻ വരാം, ആരുടെ വീട് എന്ന്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ മൈ ഹൗസ് എന്ന് പറയുന്നത്. സോ എൻ്റെ വീട് എന്ന് പറയാനായിട്ട്, അതായത് ഞാൻ എൻ്റെ വീട്ടിൽ പോയി എന്ന് നമ്മൾ ഹൗസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുമ്പോൾ ഐ വെൻറ്റ് ടു മൈ ഹൗസ്, മൈ എന്ന് ചേർക്കണം. ഓക്കെ, അപ്പോൾ ജോൺ വീട്ടിൽ പോയി. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? ജോൺ വെൻറ്റ് ഹോം. ഇനി ജോൺ വീട്ടിൽ പോയി എന്ന് ഹൗസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പറയാം? ജോൺ വെൻറ്റ് ടു ഹിസ് ഹൗസ്. സോ ഇതുപോലെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നമ്മുടെ ഹൈഫ്ലോൺ എന്ന് പറയുന്ന പേജ് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ വളരെ ഈസി ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയാനായിട്ട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ കോഴ്സ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക്